ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഈവനിങ് സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല മുരിഞ്ഞ ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചൂട് സമയമൊക്കെ അല്ലേ, അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കും, വളരെ നല്ലതുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ഉഴുന്ന് 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാൻ അരച്ചെടുത്ത ബാറ്ററാണിത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. നല്ല തിക്കായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ, കൂടുതൽ വെള്ളം വയ്ക്കാതെ കുതിർത്തിയതാണ് ഞാനിത്. കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് കുതിർത്തിയെടുക്കാം. 5 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോഴേക്കും ഈ ഉഴുന്നിന് താഴെ ആയിരിക്കണം നമ്മൾ കുതിർത്താനിടുന്ന വെള്ളം സോക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും, അതായത് കുതിർന്ന് കഴിയുമ്പോൾ. എന്നിട്ട് അത് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പാകത്തിനായിരിക്കും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. റവ ചേർക്കുന്നത് ഇതിൻ്റെ ഈ ബാറ്ററിൻ്റെ തിക്നെസ് കുറച്ച് കൂട്ടാനും പിന്നെ നല്ല മുരിഞ്ഞ വടയായിരിക്കും നമ്മൾ വറുത്തെടുക്കുമ്പോഴേക്കും. ഉഴുന്നിൻ്റെ ബാറ്റർ കുറച്ച് ലൂസാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ റവ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് വറുത്ത റവയോ അല്ലാത്ത, ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് ഈ ഉഴുന്നിൻ്റെ ബാറ്ററിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആകും. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസാകും. നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ബാറ്ററൊക്കെ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. ഉഴുന്നായതുകൊണ്ട് കുറച്ച് ഫെർമെൻറ്റേഷൻ നടക്കും. അതുകൊണ്ട് നമ്മൾ കലക്കി വെച്ചതിനേലും കുറച്ചുകൂടി അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട്. പൊങ്ങിയതാണത്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള മാവാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ബാറ്റർ സ്പൂണിലെടുത്താൽ ഒഴുകുന്ന പാകത്തിലാകരുത്, ഇങ്ങനെ വിട്ട് പോകുന്ന പാകത്തിലായിരിക്കണം. അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉള്ളിയിൽ നിന്ന് അധികം വെള്ളം ഇറങ്ങില്ല, അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ചേർത്തത്. സവാള വേണമെങ്കിൽ ചേർക്കാം, പിന്നെ ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഉള്ളി തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാറ്ററൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. കായം ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഈ വടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് ഒരു 1/4 ടീസ്പൂൺ കായം ചേർക്കുന്നുണ്ട്. കൂടുതൽ കായം ചേർക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബ്രോക്കൺ ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നുണ്ട്. പൊട്ടിച്ചതാണ് കേട്ടോ, പൗഡറാക്കിയതല്ല. മുഴുവനായിട്ട് ഇടുന്നതും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചിടുക. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. കുറച്ച് വേപ്പില പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേപ്പിലയൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വടയ്ക്ക്. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പൊങ്ങാനൊന്നും വെക്കണ്ട. ഉഴുന്ന് ബാറ്റർ പൊങ്ങിപ്പോയാൽ, കൂടുതൽ പൊങ്ങിയാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേക്കും എണ്ണ ഒരുപാട് അത് കുടിക്കും. അതുകൊണ്ട് അധികം ഇനി പൊങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ കറക്റ്റാണ്. ഇതുണ്ട് സ്പൂണിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വീഴുന്ന പാകത്തിനാണ് നമ്മളുടെ കറക്റ്റായ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഒഴുകിപ്പോകുന്ന പാകമാണെങ്കിൽ നമ്മൾക്കത് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാം. ഒരു സ്പൂണിൽ നമുക്ക് കോരി എടുത്തിട്ട് നനഞ്ഞ കയ്യിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ടിലാക്കുക.
എന്നിട്ട് മറ്റേ കയ്യിലേക്ക് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇത് ഒരു കയ്യിൽ തന്നെ നനച്ചിട്ടെടുത്തിട്ട് തള്ളവിരൽ കൊണ്ട് നടുക്ക് നെക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ട് ഷേപ്പ് ചെയ്തുണ്ടാക്കാവുന്നതാണ്. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ 2 കൈയിലും എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഉള്ളിൽ ഹോളിട്ടിട്ട് ഇടുന്നത് കാണിക്കുന്നത്. നമ്മളൊരു കൈ കൊണ്ട് തന്നെ നനച്ചിട്ടെടുത്തിട്ട് ഇടുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് റൗണ്ട് ആക്കിയിട്ട് മറ്റേ കൈയിലേക്ക് എടുത്തിട്ടൊക്കെ ഇടുമ്പോൾ കുറച്ച് താമസം എടുക്കും. പിന്നെ ഇത് നല്ല ചൂടായ എണ്ണയിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത് കേട്ടോ. എണ്ണ ഒരുപാട് കുടിക്കുകയും ചെയ്യും, ക്രിസ്പിനെസ്സും കുറയും. അതുകൊണ്ട് മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പാകമായിട്ടുണ്ട്. നല്ല യെല്ലോയിഷ് കളറായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആകുമ്പോഴേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. ഇപ്പം നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ പാകമായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നല്ല മൊരിഞ്ഞ വടയാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ നല്ല അട്രാക്ഷൻ ഉണ്ട്. വളരെ ടേസ്റ്റുമാണ്. പാകത്തിന് ഉപ്പൊക്കെ ഇട്ടാൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഉഴുന്നുവടയാണിത്. അപ്പോൾ ഉഴുന്നുവടയെല്ലാം റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് ഉഴുന്ന് ബാറ്റർ കൊണ്ട് നമുക്ക് 1 പ്ലേറ്റ് നിറയെ ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വളരെ ടേസ്റ്റുമാണ്, ഡെലീഷ്യസുമാണ്. പിന്നെ ഇത് ഹെൽത്തിയുമാണ്. നമുക്കിതൊന്ന് പ്ലേറ്റിൽ അലങ്കരിച്ചെടുക്കാം. ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുന്ന വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഞാൻ തൈര് ചേർത്ത് അടിക്കുന്ന തേങ്ങാ ചട്നി ഇല്ലേ, അതാണ് ഉണ്ടാക്കിയേക്കണം. അതാണ് ഈ വടയ്ക്ക് വളരെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ആ ചട്നിയാണ്, വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കണു. അധികം പുളിയില്ലാത്ത കട്ട തൈര് ഇട്ടിട്ട് തേങ്ങയുടെ കൂടെ അടിച്ചെടുക്കുന്ന ചട്നിയാണിത്. വളരെ ടേസ്റ്റുമാണ് ഈ ചട്നിയും. ഈ ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല മുരിഞ്ഞ ഉഴുന്നുവട വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് വളരെ ഹെൽത്തിയുമാണിത് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കുക കേട്ടോ. വീണ്ടും നല്ലൊരു സ്നാക്കായിട്ട് കാണാം. താങ്ക് യു.